തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം വളരെ നിരാശാജനകമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അതിനു പിന്നാലെ തന്നെ വിമർശനങ്ങളും എതിർസ്വരങ്ങളും ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ LDF-നെതിരെ ആഞ്ഞടിക്കുകയാണ് മുതിർന്ന CPI നേതാവ് K ഇസ്മായിൽ. സ്വയം യജമാനൻ എന്ന തോന്നലിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായത്. പാർട്ടി ഗ്രാമങ്ങളിലെ തിരിച്ചടി പാർട്ടി അണികളുടെ അസംതൃപ്തിയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പാർട്ടി എന്നിവരുടെ സമീപനത്തിൽ തെറ്റുണ്ടായോ എന്ന് പരിശോധിക്കപ്പെടണമെന്നും K ഇസ്മായിൽ ആവശ്യപ്പെട്ടു. ഗോകുൽ VS വിവരങ്ങളുമായി. ഗോകുൽ, മുന്നണിക്കെതിരെയും CPM-നെതിരെയും മാത്രമാണോ അതോ സ്വന്തം പാർട്ടിക്കെതിരെ CPI-ക്കെതിരെയും രൂക്ഷമായ വിമർശനം, ഈ യജമാനൻ എന്ന തോന്നൽ എന്ന് ഇസ്മായിൽ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും കൂടി തന്നെയാണോ? ഇസ്മായിൽ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും കൂടി തന്നെയാണ്. LDF-നെ ഒന്നടങ്കം ആണ് K ഇസ്മായിൽ വിമർശിക്കുന്നത്. ജനങ്ങളാണ് യജമാനന്മാരെന്ന് ഓർക്കണം. സ്വയം യജമാനരാണെന്ന തോന്നലിനേറ്റ തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങൾക്ക് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി ഉണ്ടായി. അത് പാർട്ടി ഗ്രാമങ്ങളിലടക്കം തിരിച്ചടിക്ക് കാരണമായെന്ന് അദ്ദേഹം പറയുന്നു. UDF വിജയിച്ച പല മണ്ഡലങ്ങളും പാർട്ടി കോട്ടകളാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, പാർട്ടി എന്നിവരുടെ സമീപനത്തിൽ തെറ്റുണ്ടായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വലിയ വിമർശനമാണ് K ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ K ഇസ്മായിൽ പലപ്പോഴായി പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും പല രീതിയിൽ നടപടികൾ അടക്കമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോ ബിനോയ് വിശ്വത്തിനെതിരെയുള്ള ഒരു പടപ്പുറപ്പാട് ഒരു വശത്തു നിന്ന് പാർട്ടിയിൽ തുടങ്ങും എന്നതിന്റെ ഒരു സൂചനയായി കാണാൻ കഴിയുമോ? തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം CPI-നെയും CPI-യെയും സ്വയം പരിശോധിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇത് CPI-ക്ക് ഒരു CPI ബിനോയ് വിശ്വത്തിനെതിരെയുള്ള ഒരു പടപ്പുറപ്പാടിന്റെ തുടക്കമായി തന്നെ കാണാം. നിലവിലിപ്പോൾ CPI പാർട്ടിയിൽ K ഇസ്മായിൽ ഇല്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ അതിലെ നടപടി നേരിട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി അദ്ദേഹവുമായി യോജിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി ആശയപരമായി ഐക്യമുള്ള നിരവധി പേർ ഇപ്പോഴും CPI-യിലുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഏറ്റുപിടിക്കും, പാർട്ടിക്കകത്തും ഏറ്റുപിടിക്കും എന്നുള്ളതും ഉറപ്പാണ്. K ഇസ്മായിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ്. സ്വയം യജമാനൻ എന്ന തോന്നലിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തേതെന്നാണ് K ഇസ്മായിൽ പറയുന്നത്. 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. വളരെ അപ്രതീക്ഷിതമായ ഒരു അവസ്ഥയിലാണ് തോന്നിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തകർച്ചയുണ്ടായത് ഈ തിരഞ്ഞെടുപ്പിൽ. അങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. കാരണം ഈ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മുന്നണിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയില്ല എന്ന ഒരു വിമർശനമോ പരാതികളോ ജനങ്ങൾക്ക് പൊതുവെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഗവൺമെൻറ് വിരുദ്ധ നിലപാട് പൊതുവെ ഉണ്ടായി എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഗവൺമെൻറ് വിരുദ്ധ വികാരമുണ്ടായി എന്നോ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടം. എന്നാൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പലതും ചെയ്തു. നാട്ടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യമെടുത്തു. ദേശീയ തലത്തിൽ തന്നെ പല മേഖലകളിലും കേരളം 1ാം സ്ഥാനത്താണ് എന്ന അവസ്ഥ കൈവരിക്കാൻ നമുക്കായി. അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും ജനങ്ങൾക്ക് എവിടെയോ ചില അസംതൃപ്തി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.